നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നവംബർ മാസത്തിലെ റേഷൻ വിഹിതം കാർഡ് വൈസ് എന്തൊക്കെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റേഷൻ വിഹിതം വാങ്ങിയിട്ടില്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം റേഷൻ കടയിൽ പോയി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ മഞ്ഞക്കാർഡുകാർക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. അപ്പം AAY കാർഡിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKY പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായി ലഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പയർ കടല വാങ്ങാത്തവർക്ക് അതും കൂടി ചേർത്ത് ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 11/11/2020 മുതൽ PMGKY പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മഞ്ഞക്കാർഡുകാർക്ക് നവംബർ മാസത്തെ റേഷൻ വിഹിതം. ഇനി നമുക്ക് പിങ്ക് കാർഡുള്ളവർക്ക് നോക്കാം. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKY പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായി ലഭിക്കും. കഴിഞ്ഞ മാസം പയർ കടല വാങ്ങാത്തവർക്ക് അതും കൂടി ചേർത്ത് ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 11/11/2020 മുതൽ PMGKY പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇതാണ് പിങ്ക് കാർഡുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന റേഷൻ വിഹിതം. ഇനി നമുക്ക് നീലക്കാർഡുള്ളവരുടെ നോക്കാം. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വെള്ളക്കാർഡുകാർക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം നവംബർ മാസം. അപ്പം NBNS കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ തന്നെ ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതാണ് വെള്ളക്കാർഡുള്ളവർക്ക് ലഭിക്കുന്നത്. അപ്പം 4 കാർഡുകാർക്കും എന്തൊക്കെ റേഷൻ വിഹിതം ലഭിക്കുമെന്ന് മനസ്സിലായി കാണും. അപ്പം ഇനി നമുക്ക് മണ്ണെണ്ണ എന്തൊക്കെ എന്തോരം ലഭിക്കുമെന്നും എത്ര രൂപയ്ക്ക് ലഭിക്കുമെന്നും നോക്കാം. അപ്പം എല്ലാ വിഭാഗത്തിലുമുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിലെ കാർഡിന് 4 ലിറ്റർ മണ്ണെണ്ണയും ലിറ്ററിന് 29 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു അറിയിപ്പും കൂടെയുണ്ട്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള എല്ലാ താലൂക്കുകളിലെയും AAY PHH കാർഡുകാർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ 1 കിലോ കുറച്ച് അതിന് പകരം 1 കിലോ ആട്ട നൽകുന്നതാണ്. അപ്പം AAY കാർഡുള്ളവർക്ക് ആട്ട കിലോയ്ക്ക് 6 രൂപയ്ക്കും അതുപോലെ തന്നെ PHH കാർഡുള്ളവർക്ക് ആട്ട 8 രൂപയ്ക്കുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഈ ആട്ട വാങ്ങാത്തവർക്ക് അതും കൂടി ചേർത്ത് ഈ മാസം ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ നവംബർ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെ ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്നും വളരെ ഉപകാരപ്രദമായെന്നും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.